ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സായി തേജോ വലയം. ഡോക്ടർ ഫ്രാങ്ക് ബോറോനോസ്കി അമേരിക്കയിലെ അരിസേന സർവകലാശാലയിലെ പ്രൊഫസർ. കിർലിയൻ ഫോട്ടോഗ്രാഫിയിൽ സമർത്ഥൻ. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ശരീരത്തിന് ചുറ്റുമുള്ള ബഹുവർണ്ണ പ്രഭാവലയം ക്യാമറയിൽ എടുക്കുന്നതാണ് കിർലിയൻ ഫോട്ടോഗ്രാഫി. പ്രഭാവലയത്തിന്റെ നിറം, പ്രകാശ സാന്ദ്രത ഇവ ഓരോ വ്യക്തിയിലും ഓരോന്നായിരിക്കും. വ്യക്തിയുടെ ശാരീരികാരോഗ്യം, ബുദ്ധിപരവും ആത്മീയവുമായ തലം എന്നിവയും ഈ പ്രഭാവലയത്തെ ബാധിക്കുന്നു. സാധാരണ ആളുകളിൽ ഈ പ്രഭാവലയം ഒരടി വീതിയിലായിരിക്കും. വലിയ ചിന്തകരുടെയും യോഗിമാരുടെയും ആധ്യാത്മിക സാധകന്മാരുടെയും പ്രഭാവലയം 2 അടിയോളം വരും. ഈ പ്രഭാവലയം അനവധി നിറഭേദങ്ങളോടെ പ്രകാശിക്കുന്നു. ഒരാൾ ആരോഗ്യവാനും സന്തുഷ്ടനുമെങ്കിൽ പ്രഭാവലയം ശുഭ്രമായിരിക്കും. സ്നേഹം, ദയ, കാരുണ്യം എന്നിവയിലാണ് അയാളുടെ ഭാവമെങ്കിൽ നീല നിറമായിരിക്കും പ്രഭാവലയത്തിന്. തീവ്രമായ സ്നേഹമാണ് ഭാവമെങ്കിൽ നിറം റോസായി മാറും. കോപവും വിദ്വേഷവും ഉള്ളപ്പോൾ അതിന്റെ നിറം ചുമപ്പ്. ഈ പ്രഭാവലയം സാധാരണ ദൃഷ്ടിക്ക് ഗോചരമല്ല. ദശലക്ഷങ്ങളിൽ ഒരുവനെ അത് കാണാനുള്ള സിദ്ധി ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ കിർലിയൻ ക്യാമറയിലൂടെ ആ പ്രഭാവലയം വ്യക്തമായി എടുക്കാൻ കഴിയും. വ്യക്തികളുടെ ഭാവം മാറുന്നത് പോലും കിർലിയൻ ഫോട്ടോകളിൽ കാണാനാകും. ആയിരക്കണക്കിന് ലോക നേതാക്കളുടെ, രാജാക്കന്മാരുടെ, രാജ്ഞിമാരുടെ, പുണ്യാത്മാക്കളുടെ, മത നേതാക്കളുടെ ഫോട്ടോ എടുക്കാൻ ഡോക്ടർ ബാറോനോസ്കി കിർലിയൻ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട്. 2-2.5 അടിയോ കൂടുതൽ പ്രഭാവലയം അദ്ദേഹം ഇതേവരെ ആരിലും കണ്ടിട്ടില്ല. അമേരിക്കയിൽ വെച്ച് ഡോക്ടർ ബോറോനോസ്കി ബാബയെ പറ്റി വായിക്കാനിടയായി. സ്വാമിയുടെ ദിവ്യതയെക്കുറിച്ച് അദ്ദേഹം കേട്ടു. പക്ഷേ അതൊന്നും അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടാക്കിയില്ല. 1977 ക്രിസ്മസ് ദിനം ഡോക്ടർ ബൊറോനോസ്കി ഒരു ഗൃഹം സന്ദർശിക്കാനിടയായി. ആ കുടുംബാംഗങ്ങൾ സായി ഭക്തർ. അവർ സായി ഭജനകളോടെ ക്രിസ്മസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. അതിലത്രയൊന്നും ആസ്വദിക്കാനാവാതെ അദ്ദേഹം അവിടെ നിന്ന് മാറി മുകളിലെ മുറിയിലേക്ക് പോയി ലൈറ്റ് അണച്ച് ഉറങ്ങാൻ കിടന്നു. ആ മുറിയിലെ മേശയിൽ ശ്രീ സായിയുടെ ചിത്രമുണ്ടായിരുന്നു. അതിനു മുമ്പിൽ കത്തിക്കാത്ത ഒരു മെഴുകുതിരിയും. അദ്ദേഹം അതിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായി തീപ്പെട്ടി ഉരസുന്ന പോലെ ഒരു ശബ്ദം. മെഴുകുതിരി പെട്ടെന്ന് കൊളുത്തപ്പെട്ടു. ആരും അകത്ത് വന്നില്ലല്ലോ, ആരും മെഴുകുതിരി കത്തിച്ചതുമില്ലല്ലോ, പിന്നെ എങ്ങനെ അത് കത്തി? അദ്ദേഹം പരിഭ്രമിച്ചു. അദ്ദേഹം ഒരിക്കൽ കൂടി ചിത്രത്തിൽ ഉറ്റുനോക്കി. സ്വാമി സൗമ്യമായി പുഞ്ചിരിക്കുന്നു. അടുത്ത വർഷം തന്നെ, അതായത് 1978 ഡോക്ടർ ബോറോനോസ്കി ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തി. ആ അവസരം ബോറോനോസ്കി ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് കിർലിയൻ ക്യാമറ കൊണ്ട് 100 കണക്കിന് യോഗികളുടെയും പുണ്യാത്മാക്കളുടെയും ഫോട്ടോ എടുക്കുകയും ചെയ്തു. അപ്പോഴൊന്നും 2 അടിയിൽ കൂടുതൽ പ്രഭാവലയമുള്ള മഹത്തുക്കളെ കണ്ടില്ല. ഒരു പ്രഭാതത്തിൽ വൈറ്റ്ഫീൽഡിൽ വെച്ച് അദ്ദേഹം സ്വാമിയെ ആദ്യമായി കണ്ടു. രാവിലെ 5 മണിക്ക് തന്റെ മിഴികൾ ബാബയിൽ ഊന്നിയപ്പോൾ അദ്ദേഹം സ്തബ്ധനായി. സ്വാമിയുടെ ചുറ്റിനുമുള്ള തേജോവലയം അദ്ദേഹത്തിന്റെ ഏറ്റവും വിശാലമായ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു. 40 അടിയിലേറെ അത് വ്യാപിച്ചിട്ടുണ്ട്. ഭക്തന്മാർ ഭജന പാടുമ്പോൾ ആ തേജോവലയം വീണ്ടും വീണ്ടും വളർന്ന് ഹാൾ മുഴുവനും അവിടെ സന്നിഹിതരായ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെയും ആവരണം ചെയ്യുന്നു. ആ പ്രഭാവലയം വളരെ ദീപ്തമായിരുന്നു. ബോറോനോസ്കി ചുറ്റിനും നോക്കി. ചുറ്റിനുമുള്ള നിരവധി മെർക്കുറി വേപ്പർ ലാമ്പുകളാണോ ഈ പ്രകാശധാരയ്ക്ക് കാരണമെന്നറിയാൻ ജീവനുള്ള സ്പന്ദിക്കുന്ന ആവരണം പോലെ സ്വാമി നീങ്ങുമ്പോൾ ആ ദീപ്തമായ പ്രഭാവലയവും നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ അദ്ദേഹം കണ്ടെത്തി, ആ പ്രഭാവലയം സ്വാമിയിൽ നിന്ന് വേർതിരിക്കാനാവാത്തതാണ്. അത് പുറപ്പെടുന്നതും സ്വാമിയിൽ നിന്നു തന്നെ. സമ്മർ ക്ലാസുകൾ നടക്കുന്ന സമയമായതിനാൽ ബോറോനോസ്കിക്ക് സ്വാമിയെ 3-4 ദിവസം തുടർച്ചയായി നിരീക്ഷിക്കാനും കഴിഞ്ഞു. ഒരു ദിനം സ്വാമി അദ്ദേഹത്തെ വിളിച്ചു സദസ്സിനോട് സംസാരിക്കാൻ പറഞ്ഞു. തനിക്കുണ്ടായ അനുപമമായ അനുഭവം അദ്ദേഹം വിശദീകരിച്ചു. ഞാനൊരു ശാസ്ത്രജ്ഞൻ, ക്രിസ്ത്യാനി. പക്ഷേ എനിക്ക് ആ മതത്തിലുള്ള വിശ്വാസം അത്ര ഉറച്ചതൊന്നുമല്ല. കിർലിയൻ ക്യാമറ ഉപയോഗിച്ച് ഞാൻ ലോകമെമ്പാടും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള 15,000-ഓളം സമുന്നത വ്യക്തികളെ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഒന്ന് കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റൊരിടത്തും കണ്ടിട്ടില്ല. ബാബയിൽ നിന്ന് പുറപ്പെടുന്ന പ്രഭാപൂരം
റോസ് നിറത്തിലുള്ളതാണ്. അത് അഗാധമായ, ഏറ്റവും സ്വാർത്ഥരഹിതമായ പ്രേമത്തിന്റെ പ്രതീകം. അനന്യമായിട്ടുള്ളത്. അതുമാത്രമോ? സ്വാമിയുടെ പ്രഭാവലയം ഈ ഹാളിലിരിക്കുന്ന ഭക്തജനങ്ങളെ മാത്രമല്ല, അതിനപ്പുറം വളരെ ദൂരേക്ക് വ്യാപിച്ച് സമസ്തവും ആപ്ലാവനം ചെയ്യുന്നു. എനിക്ക് കാണാൻ കഴിയുന്നിടത്തോളം അത് പ്രകാശപ്രളയമാണ്. അത് സമസ്തവും വിഴുങ്ങുന്നു. റോസ് നിറത്തിലുള്ള പ്രകാശവലയത്തിൽ നിന്ന് സ്വർണ്ണ രജത നിറമുള്ള അതിദീപ്തവും വ്യക്തവുമായ പ്രകാശവീചികൾ പുറപ്പെടുന്നുണ്ട്. ഇത് അത്യത്ഭുതകരമായ ദൃശ്യം. ഇന്ന് വരെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മഹനീയ രംഗം. സ്വാമി സമ്പൂർണ്ണ പ്രേമമൂർത്തി. സ്വാമി നമുക്കരികിലെത്തുമ്പോൾ, നമ്മെ തൊടുമ്പോൾ ആ പ്രകാശധാര നമ്മിലേക്ക് ഒഴുകുന്നുണ്ട്. നാം ആ മഹത്തായ രാജകീയ ദൈവിക പ്രഭയിൽ മുങ്ങുന്നുണ്ട്. ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങൾ കാണുന്നില്ലേ? ഈ കമ്പനം ഭയം മൂലമല്ല. സ്വാമിയെ വലയം ചെയ്തിട്ടുള്ള ദിവ്യപ്രഭാവലയം അതിൻ്റെ വിവരണാതീതമായ മഹനീയതയോടെ ചലിക്കുമ്പോൾ അതിൽപ്പെട്ട് എൻ്റെ ശരീരവും അനിയന്ത്രിതമായി ഉലയുന്നു. പ്രസംഗം കഴിഞ്ഞു. സ്വാമി ഒരു ഡയമണ്ട് മോതിരം സൃഷ്ടിച്ച് ഡോക്ടർ ബോറോനോവ്സ്കിക്ക് നൽകി. സ്വാമി അദ്ദേഹത്തിന് അഭിമുഖം നൽകി. സ്വാമി അദ്ദേഹത്തിന്റെ മാസങ്ങൾ മാത്രം പ്രായമുള്ള പേരക്കുട്ടിയുടെ കാര്യം സംസാരിച്ചു. നിങ്ങൾ അമേരിക്കയിലെത്തി വീട്ടിലെത്തുന്ന ദിവസം പേരക്കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കും. പരിഭ്രമിക്കേണ്ടതില്ല. ഓപ്പറേഷൻ വിജയകരമായിരിക്കും. കുഞ്ഞിന് പൂർണ്ണാരോഗ്യം വീണ്ടു കിട്ടും. ഡോക്ടർ ബോറോനോവ്സ്കി കുഞ്ഞിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. എന്തായാലും അദ്ദേഹം കുഞ്ഞിനെ കുറിച്ചുള്ള ബാബയുടെ വാക്കുകൾ അത്ര പരിഗണിച്ചതുമില്ല. കുഞ്ഞ് വളർന്ന് വർഷങ്ങൾക്ക് ശേഷമേ ഓപ്പറേഷൻ സാധിക്കൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞ വിവരം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിന്റെ ഓപ്പറേഷൻ അന്നു തന്നെ കഴിഞ്ഞ വിവരം അറിഞ്ഞ് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഓപ്പറേഷൻ നടത്തിയത് ഒരു ഇന്ത്യൻ ഡോക്ടറായിരുന്നു അത്രേ. ഡോക്ടർ ബോറോനോവ്സ്കി താൻ പുട്ടവർത്തിയിൽ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ആ ഡോക്ടറോട് പറഞ്ഞു. സ്വാമി സമ്മാനിച്ച മോതിരം കാണിക്കുകയും ചെയ്തു. സ്വാമി ഉറപ്പുകൊടുത്ത പോലെ കുഞ്ഞ് വേഗം സുഖം പ്രാപിച്ചു. സ്വാമിയുടെ സർവജ്ഞത്തെക്കുറിച്ച് ഡോക്ടർ ബോറോനോവ്സ്കി അത്ഭുതപ്പെട്ടു. ചിന്നക്കഥ. ബ്രാഹ്മണനുള്ള ശിക്ഷ. കരഞ്ഞുകൊണ്ടു പോകുന്ന നായയെ കണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ലക്ഷ്മണനോട് ആജ്ഞാപിച്ചു. കുമാര, ആരാണ് ആ നായയെ ഉപദ്രവിച്ചതെന്ന് തിരക്കൂ. നായ വേദനയോട് പറഞ്ഞു, എന്നെ ഒരു ബ്രാഹ്മണൻ തല്ലിച്ചതച്ചതാണ്. ലക്ഷ്മണൻ അയാളെ കണ്ടെത്തി. അയാൾ പറഞ്ഞു, ആ നായ എന്നും എന്റെ വഴി മുടക്കാനെത്തും. അതുകൊണ്ട് അതിനെ തല്ലി ഓടിച്ചതാ. പ്രശ്നം രാമൻ സശ്രദ്ധം കേട്ടു. രാമൻ നായയോട് ചോദിച്ചു, ഈ ബ്രാഹ്മണന് എന്ത് ശിക്ഷയാണ് നാം കൊടുക്കേണ്ടതെന്ന് നീ തന്നെ വിധിക്കുക. നായ പറഞ്ഞു, പ്രഭു രാമചന്ദ്ര, അദ്ദേഹത്തെ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ കാര്യസ്ഥനാക്കുക. എല്ലാവർക്കും അത് കേട്ട അത്ഭുതം. രാമൻ സമന്ദഹാസം ചോദിച്ചു, ഇത് ശിക്ഷയോ അംഗീകാരമോ? നായ പറഞ്ഞു, പ്രഭു, കഴിഞ്ഞ ജന്മം ഞാൻ ഒരു ക്ഷേത്ര കാര്യസ്ഥനായിരുന്നു. അന്ന് ദേവന്റെ പണം എടുത്തു. അതിന്റെ ഫലമായി ശ്വാവിന്റെ ജന്മം. അതുമൂലം എന്നും ഏറും കിട്ടുന്നു. അയാളെ കാര്യസ്ഥനാക്കിയാൽ അടുത്ത ജന്മം ഞാൻ കട്ടതിന്റെ 10 ഇരട്ടി അയാൾ കക്കും. ഞാൻ കൊണ്ടതിന്റെ 10 ഇരട്ടി അയാൾ വാങ്ങിക്കോളും. നാം എല്ലാം ഈശ്വരന്റെ സ്വത്ത് കൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ഈശ്വരൻ്റെതാണ് എല്ലാം. ഇത്രയെല്ലാം നൽകിയ ഈശ്വരന് നാം എന്ത് തിരിച്ചു കൊടുക്കുന്നു? ഈശ്വരൻ നൽകിയവ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ബാക്കി മറ്റുള്ളവർക്ക്. സ്വാർത്ഥൻ ഈശ്വരന്റെ മുതൽ മോഷ്ടിക്കുകയാണ്. ഓം തത്സത്ത്.